ആർച്ച ഭരത്തിനെ നോക്കി വൃത്തിയായി ചിരിച്ചു കാണിച്ച്. പോട്ടെ ചേട്ടാ. ഭരത്തും അതേപോലെ പല്ലിളിച്ച് കാണിച്ച് അവളെ കൂർപ്പിച്ച് നോക്കി. അവൻ ഇന്നുവരെ ഇങ്ങനെ വാലുമുറി നിൽക്കുന്ന നീ കണ്ടിട്ടുണ്ടോ? ശരത്തിന്റെ ചോദ്യം കേട്ട് ഗ്രീഷ്മ വാപൊളിച്ച് നിന്നു. ഇപ്പൊ നടന്നതേ അതിന്റെ ഉദ്ഘാടന. ചുണ്ടുകൂട്ടി പിടിച്ച് ഇരടക്കിയവൻ. ഒന്നും മനസ്സിലായില്ലെങ്കിലും എന്തൊക്കെയോ മനസ്സിലായ മട്ടിൽ ഗ്രീഷ്മ തലയാട്ടി. യാ നീ എന്തിനാടാ ഞാൻ ആ കാർ ഓടിച്ചെന്ന് പറഞ്ഞു? നീയല്ലേ ഓടിച്ച്? അപ്പോഴേ പറഞ്ഞ പതിയെ പോവാൻ. ആർച്ച പോയി കഴിഞ്ഞ് ഉള്ളിലേക്കായിരുന്ന ഭരത്തിന് പുറത്തൊരു അടിവെച്ച് കൊടുത്തുകൊണ്ട് ഗ്രീഷ്മ മുഖം ചുളിച്ചു. എന്റെ പൊന്നെ എടുത്തി, അതുകൊണ്ട് വെള്ളത്തിൽ ഒതുങ്ങി. ഇല്ലെങ്കിൽ എന്നെ ചാളിയിലിട്ട് മുക്കിയെടുത്തിട്ട് അവള് പോവുള്ളൂ. അതാണ് അമ്മയുടെ ആർച്ച മോള്, ഉണ്ണിയാർച്ച. ഭരത് കള്ളച്ചിരിയോടെ പറഞ്ഞു. ആദ്യം നിനക്കെങ്ങനെ അറിയാം? ഞാനൊന്നും നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. പത്മയുടെ കണ്ണുകൾ കറങ്ങിത്തിരിഞ്ഞ് നിശബ്ദനായിരുന്ന പത്രം വായിക്കുന്ന രാമചന്ദ്രന്റെ മേലെ എത്തി. ആ നോട്ടം കണ്ട ഉടനെ തന്നെ രാമചന്ദ്രൻ പത്രത്തിലേക്ക് ഒന്നുകൂടി കണ്ണുകൂർപ്പിച്ചു. വെള്ളമില്ലാത്തതുകൊണ്ട് വെള്ളം കളി മാറ്റിവെച്ചു ആലപ്പുഴ. ഇവിടെ ഇപ്പൊ വെള്ളം ഉണ്ടായിരുന്നെങ്കിലേ ഞാനൊരു വള്ളംകളി നടത്തിയേനെ. ഇങ്ങേരാണോ ചാരൻ? പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പത്മ താടിയിൽ വിരൽ തട്ടി കാര്യമായിട്ട് ആലോചിച്ചു. അതുകൊണ്ട് രാമചന്ദ്രൻ ഒന്നുകൂടെ പത്രത്തിലേക്ക് മുഖം പൂഴ്ത്തി. ഒട്ടകപക്ഷി തല പൂഴ്ത്തി വെച്ച പോലെ തല മാത്രം പത്രത്തിനകത്തും ബാക്കി പുറത്തുമിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ 10-20 തവണ വായിച്ച് ബൈഹാട്ടായ വാർത്ത പരീക്ഷാ ഹാളിൽ കയറുന്ന കുട്ടി അവസാന നിമിഷം ഒന്നുകൂടെ വായിച്ച് ഉറപ്പിക്കുന്നത് പോലെ പുള്ളി വീണ്ടും വായിച്ചു. ഈ കൊല്ലം മഴ നേരത്തെ. ഇപ്പൊ മാതൃഭൂമി വായനക്കാരെല്ലാവരും വിളിച്ചുകൂട്ടി ഇന്നത്തെ വാർത്തകളെ കുറിച്ച് ഒരു പരീക്ഷ നടത്തിയ രാമചന്ദ്രൻ ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കും. അത്ര കാര്യമായിട്ടുള്ള വായനയാ. പത്മ ചെന്ന് പത്രം പിടിച്ചൊന്ന് വലിച്ചു. ദേ കിടക്കുന്നു കഞ്ഞിയും കാലം. പത്രം നടുവേ കീറിങ്ങ് പോകുന്നു. കീറിയെടുത്ത ഭാഗം കയ്യിൽ വെച്ച് പത്മയൊന്ന് ആലോചിച്ചു. ഇപ്പൊ ഇത് ഏറ്റെടുത്ത ചോദിക്കാവുന്ന കാര്യത്തിൽ നിന്ന് പുള്ളി രക്ഷപ്പെടും. അറ്റാക്ക് പത്മ, അറ്റാക്ക്. മനുഷ്യ, അല്ലെങ്കിലും പണ്ടേ നിങ്ങൾക്കുള്ളതാ എന്തെങ്കിലും കള്ളത്തരം കാണിച്ച ഉടനെ പത്രത്തിനുള്ളിൽ കയറിയിരിക്കുന്ന സ്വഭാവം. സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ പത്രം വരുത്തുന്ന നിർത്തും. രാമചന്ദ്രന്റെ വീക്ക് പോയിന്റിൽ നോക്കി പത്മ ആണിയടിച്ച്. ഒരു ദിവസം ഭക്ഷണം ഇല്ലെങ്കിലും ജീവിക്കാം, പക്ഷെ പത്രം രാവിലെ പത്രം കിട്ടിയില്ലെങ്കിൽ ഒരു അസ്വസ്ഥയാണ്. അതൊന്നും ശരിയാവില്ല. ഞാനാ ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ എന്ന മട്ടിൽ പത്മകളിൽ കൈകുത്തിന്ന് അയാളെ നോക്കി. അച്ഛൻ വിളിച്ചപ്പോൾ ജസ്റ്റ് പേര് പറഞ്ഞതേ ഉള്ളൂ. ഭരത് അമ്മയെ പുറകിലൂടെ ചുറ്റിപ്പിടിച്ചു. പിന്നെ നിനക്ക് എങ്ങനെ മനസ്സിലായി? പത്മ തിരിഞ്ഞു നോക്കി. അമ്മയുടെ ഫേസ്ബുക്ക് നോക്കി, ഇൻസ്റ്റ നോക്കി. ഫേസ്ബുക്കിൽ കണ്ടില്ല, ഇൻസ്റ്റയിലുണ്ടായിരുന്നു. ഭരത് ചിരിച്ചു. ഇൻസ്റ്റയിൽ നിങ്ങളാരും എന്നെ ഫോളോ ചെയ്യുന്നില്ലല്ലോ. ഈ പരാതി പേഴ്സണലി എനിക്കുമുണ്ട്. പത്മ നിന്ന് ആലോചിച്ചു. ഭരത് അവരുടെ കവിളിൽ മുത്തി. അതെ, അമ്മയുടെ ഫോളോവേഴ്സിൽ കുഞ്ഞൂസ് എന്ന് പറഞ്ഞ ഒരാളില്ലേ? പത്മ പതിയെ തലയാട്ടി. അത് ഞാനാ. ഭരത് വിളിച്ച് കാണിച്ചു. പത്മ തിരിഞ്ഞ് അവന്റെ ചെവി പിടിച്ച് തിരിച്ചു. നിന്നെ ഞാനിന്ന്. ഭരത് പത്മയുടെ കൈ തട്ടി മാറ്റി ഓടി. പത്മ പുറകെ. കുറച്ചു കഴിഞ്ഞ് നോക്കിയാൽ രണ്ടുപേരും ഒരുമിച്ച് പാട്ടും പാടി വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് ബാക്കി 3 പേരും അവരവരുടെ പാട് നോക്കി പോയി. കഷ്ടപ്പാട്. അടുത്ത ദിവസം കോളേജിലേക്ക് പോകുമ്പോൾ പത്മയുടെ വീണ്ടുമ്പിലെത്തിയതും കിച്ചുവിന്റെ വീടിന്റെ ഗേറ്റിനടുത്തുനിന്ന് കീർത്തിയോട് വളരെ കാര്യമായി സംസാരിക്കുന്ന ഭരത്താണ് ആർച്ചയുടെ കണ്ണിൽപ്പെട്ടത്. ഇന്ത്യയും അമേരിക്കയും പോലും ഇത്രയും കാര്യമായിട്ട് ചർച്ച നടത്തില്ല. അവൾ പിന്നെ ആ ഭാഗത്തേക്ക് പോലും നോക്കാൻ പോയില്ല. അവളുടെ ഉള്ളിൽ ഒരു അസ്വസ്ഥത നിറഞ്ഞു. ഒരു കുശുമ്പ്, ഒരു കാരണമില്ലാത്ത കുശുമ്പ്. ഭരത്തും അവിടെ ആ ഭാവമാറ്റം ശ്രദ്ധിച്ചു. ആർച്ചയുടെ കാര്യങ്ങൾ പറയുമ്പോൾ കീർത്തിയെക്കുറിച്ച് പത്മ ഭരത്തിനോട് പറഞ്ഞിരുന്നു. അവർ തമ്മിൽ ഇപ്പോഴുള്ള പിണക്കവും. രാവിലെ കീർത്തി കോളേജിലേക്ക് പോയി ഇറങ്ങുന്ന കണ്ടിട്ടാണ് ഭരത് പുറത്തേക്ക് ഇറങ്ങിയത്. പരിചയപ്പെടാനെന്ന ഭാവേന ഗ്രീഷ്മയും കൊണ്ട് അവൻ കീർത്തിയുടെ അടുത്ത് ചെന്നു. ഗ്രീഷ്മ തിരികെ വന്നെങ്കിലും ഭരത് വീണ്ടും സംസാരിച്ച് നിന്നു. ആർച്ചയെ ഒന്ന് ചൊറിയണമെന്നുള്ള വെറും ദുരുദ്ദേശം. കീർത്തി ആർച്ചയെ നോക്കിയെങ്കിലും തന്റെ നേരെ അവിടെ ഒരു നോട്ടം പോലും വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്ന് കീർത്തിക്ക് ഉറപ്പായിരുന്നു. ആർച്ച തിരിഞ്ഞു നോക്കിയതും ഗേറ്റിനടുത്ത് നിൽക്കുന്ന ഗ്രീഷ്മയാണ് കണ്ടത്. ഗ്രീഷ്മ കണ്ണു ചിമ്മി പുഞ്ചിരിച്ചു. മടിച്ച് ആർച്ചയും. ആർച്ചയുടെ കണ്ണുകൾ തനിക്ക് പുറകിലേക്ക് നീങ്ങുന്നു. ഗ്രീഷ്മ കൗതുകത്തോടെ നോക്കി നിന്നു. പത്മയെ നോക്കുന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി. അമ്മ അടുക്കളയിലാണ്, വിളിക്കണോ? ഗ്രീഷ്മ ചോദിച്ചു. ആർച്ച ചുമൽക്കൂച്ചി വേണ്ടെന്ന് കാണിച്ചു. ബസ്സിന് സമയമായി, ആന്റിയോട് പറഞ്ഞാൽ മതി. കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ അവൾ മുന്നിലേക്ക് നടന്നു. ഹലോ ഉണ്ണിയാർച്ച, മറുവശത്ത് നിന്ന് വിളിക്കുന്നതായിട്ട് ആർച്ചയുടെ മുഖം കടുത്തു. അവൾ പതിയെ തലയിരിച്ച് നോക്കി. പോടാ. ശബ്ദമില്ലാതെ ചുണ്ടുകൂട്ടി കാണിച്ച് ആർച്ച നടന്നു നീങ്ങി. അവൻ കുസൃതിയോടെ ചിരിച്ചു. വൈകിട്ട് കോളേജിൽ നിന്ന് തിരികെ വരുമ്പോഴും ഭരത്തിനെയാണ് ആർച്ച വീണ്ടുമ്പിൽ കണ്ടത്. പത്മയെയോ രാമചന്ദ്രനെയോ കാണാത്തതിനാൽ ആർച്ച അവനെ ശ്രദ്ധിച്ചിട്ടില്ലെന്ന മട്ടിൽ നടന്നു നീങ്ങി. എന്താ നിന്റെ ഉദ്ദേശം? എന്തിനാ ഞങ്ങളോട് പുറത്തേക്ക് വരേണ്ട നീ പറഞ്ഞ്? ആർച്ച പോയതും പത്മ അവനടുത്തേക്ക് വന്ന് അവന്റെ തലയിൽ കിഴുക്കി. ചുമ്മാ ഒരു രസം, അവളിങ്ങനെ ഒന്ന് വട്ട് കളിപ്പിക്കാൻ. വീർപ്പിച്ച ആ മുഖം കാണാൻ, ആ കുശുമ്പ് കാണാനൊരു ഇഷ്ടം. അവൻ കണ്ണു ചിമ്മി ചിരിച്ചു.
കാണ് അവൾക്ക് ഇതൊന്നും അല്ലാത്തൊരു ബാങ്കൂടെ ഉണ്ട്, ദേഷ്യം. അത് കാണുമ്പോ അയ്യോ അമ്മയെന്ന് വിളിച്ചു വന്നാലേ ചൂരലെടുത്ത് അടിക്കും ഞാൻ. പത്മ കണ്ണുരുട്ടി. അമ്മയ്ക്ക് എന്നെ തീരെ വിശ്വാസമില്ലല്ലേ? ഭരത് മുഖം വീർപ്പിച്ചു. ഇല്ല, ഒട്ടുമില്ല. പഠിക്കുന്ന ടീച്ചറുടെ മോൾക്കുള്ള ലവ് ലെറ്റർ ടീച്ചറുടെ ബുക്കിൽ ഒളിപ്പിച്ചു വെച്ച് കൊടുത്ത മോനല്ലയോ നീ? എന്നിട്ട് അത് വൃത്തിക്ക് എഴുതിയോ? നിനക്ക് 1000 ചൂടി ചുംബനങ്ങൾ എന്നതിന് പകരം നിനക്ക് 1000 ചൂടി ചപ്പാത്തികൾ എന്നല്ലടാ നീ എഴുതി വെച്ചിരുന്നേ, മാനം കളയാൻ. അവന്റെ ചെവി പിടിച്ച് തിരിച്ചുകൊണ്ട് പത്മ പറഞ്ഞു. അതമ്മ പേടിക്കണ്ട, ഉണ്ണിയാർച്ചയ്ക്ക് ഞാൻ പ്രേമലേഖനൊന്നും കൊടുക്കുന്നില്ല. ഭരത് ചിരിയോട് അവരുടെ കവിളിൽ പിടിച്ച് വലിച്ചു. അങ്ങനെ എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിലേ പോകുന്നതിന് മുമ്പ് ഒരു കുഴിയെത്തിയൊരു വെള്ളത്തുണി 2 ഓലക്കിലെടുത്ത് വെച്ചിട്ട് പൊയ്ക്കോ. പത്മയെ അവന്റെ കവിളിൽ വലിച്ചു വിട്ട് ഉള്ളിലേക്ക് കയറിപ്പോയി. അമ്മേ, അവൻ ദയനീയമായി വിളിച്ചു. സത്യത്തിന്റെ മുഖം വികൃതമാണ് കുട്ടാ, നിന്റെ മുഖം അതുപോലെ ആവാതിരിക്കാനാ, പത്മ വിളിച്ചു പറഞ്ഞു. ഭരത് 2 കവിളിലും മൂക്കിലൊക്കെ തൊട്ടു നോക്കി. അവൾ അങ്ങനെ ചെയ്യോ? ഏയ് ഇല്ല, അവൻ സ്വയം ചോദിച്ച് സ്വയം ആശ്വസിച്ചു. അടുത്ത ദിവസം രാവിലെ ചെല്ലുമ്പോൾ കീർത്തിയോട് സംസാരിക്കുന്ന ഭരത്തിനെയാണ് ആർച്ച കണ്ടത്. കിച്ചുവും കൂടെയുണ്ട്. ഭരത് കീർത്തിയോട് സംസാരിക്കുന്നുണ്ടാണ് കിച്ചു ഇറങ്ങിയെന്ന് അവനെ പരിചയപ്പെട്ടത്. പത്മയുടെ കയ്യിൽ നിന്ന് ആവശ്യത്തിന് കിട്ടി ബോധിച്ചുകൊണ്ടും സന്തോഷിന്റെ ഭീഷണി അല്പം ഭയന്നു കവിത ഇപ്പോൾ ആ ഭാഗത്ത് പോലും നോക്കാറില്ല. ഗേറ്റിനടുത്ത് നിന്നിരുന്ന പത്മയോട് ഗുഡ് മോർണിംഗ് പറഞ്ഞ ആർച്ച നടന്നു നീങ്ങി. സോറി, പെട്ടെന്ന് പുറകിൽ നിന്ന് വിളിച്ചു പറയുന്ന കേട്ട് ആർച്ച തിരിഞ്ഞു നോക്കി. ഗ്രീഷ്മയാണ്. സോറിയോ? എന്തിനാ? പ്രത്യേകിച്ച് ഭാഭേദമൊന്നുമില്ലാതെ അവൾ ചോദിച്ചു. അത് ദേഹത്തെ ചളി തെറിപ്പിച്ചില്ലേ, അതിന്. ഗ്രീഷ്മ പറഞ്ഞതും ആർച്ചയുടെ മുഖം കടുത്തു. ചളി തെറിച്ചതിൽ വിഷമമൊന്നുമില്ല, അതിപ്പോ കഴുകിയേ പോകും. പക്ഷെ ഇന്നലെ ആ കാർ അതുവഴി വരുമ്പോൾ അവിടെ വെള്ളമുണ്ടെന്ന് നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ? ചിലപ്പോൾ സൈഡിൽ നിൽക്കുന്ന ഞാനും മുഖം വ്യക്തമായി കണ്ടില്ലേ പോലും നിങ്ങളുടെ കണ്ണിപ്പെട്ട് കാണണം. ഒരല്പം സ്പീഡ് കുറച്ച പ്രശ്നം എന്തായിരുന്നു? റോഡ് നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ളതാ. അതോർത്ത് വണ്ടി ഓടിച്ച വീട്ടുകാരെയും ബന്ധുക്കളെയും ഭിത്തിലിരുന്ന് കാണേണ്ടി വരില്ല. ആർച്ച ഒരൊറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. ഗ്രീഷ്മയുടെ കണ്ണു തള്ളി. താഴെ വീഴാതിരിക്കാൻ കണ്ണുപൊത്തി. അരെ വാ, എന്താ പ്രസംഗം! ഭരത്തിന്റെ കൈയടിയും ശബ്ദവും കേട്ട് ആർച്ച തിരിഞ്ഞു നോക്കി. കീർത്തിയും കിച്ചുവും നോക്കി നിൽക്കുന്നുണ്ട്. ഭരത് അവളുടെ അടുത്തേക്ക് വന്നു. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ ശോഭിക്കാൻ കേട്ടോ. പ്രസംഗം കേട്ട് എനിക്ക് രോമാഞ്ചം വന്നു. മുന്നിലൊരു മൈക്കും കേൾക്കാൻ 10 പുരുഷാരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കലക്കിയാനെ. ദേ നോക്ക്, രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു. ഭരത് കൈ നീട്ടി പിടിച്ച് അവളെ കളിയാക്കി. അതെ, താൻ കുറച്ച് കസേരയെടുത്ത് എഴുന്നേറ്റ് ആ രോമൻകുട്ടിയൊക്കെ പിടിച്ച് അവിടെ ഇരുത്ത്. രോമൻകുട്ടിയോ? ഇതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അതൊക്കെയുണ്ട്. പിന്നെ രാഷ്ട്രീയം, അതിന് എന്നെക്കാൾ നല്ല ചേട്ടന്റെ പുതിയ ഫ്രണ്ട്സാ. അതാകുമ്പോൾ കൂടെ നിന്ന് ചതിക്കാനും കുതികാല് വിട്ടാനും കള്ളം പറയുന്ന ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കീർത്തിയെയും കിച്ചുവിനെയും തർപ്പിച്ച് നോക്കി ആർച്ച ഭരത്തിനെ മറികടന്ന് നടക്കാൻ തുടങ്ങി. ഉണിയാർച്ചേ, പൂവാണോ? ഇല്ല, വരുവാ. എന്താ കഞ്ഞിരാമ? എടി കഞ്ഞിരാമനല്ല, കുഞ്ഞിരാമൻ. ഓ, നീ കുഞ്ഞിരാമനല്ലടാ, കഞ്ഞിരാമനാ. നടക്കുന്നിടയിൽ തന്നെ ആർച്ച വിളിച്ചു പറഞ്ഞു. അതെ, രണ്ടുപേരും കോളേജിലേക്കല്ലേ, ഒരുമിച്ച് പോയാ പോരെ, ഒരു കൂട്ടായില്ലേ? ഭരത് ഉച്ചത്തിൽ ചോദിച്ചു. അതെ, കഞ്ഞിരാമൻ അത്ര സങ്കടമാണെങ്കിൽ അവളെ കൊണ്ടുവിട്. തനിക്ക് ഇതിനും വലിയ പണിന് കിട്ടാനില്ല. അവൾ തിരിഞ്ഞു പോലും നോക്കാതെ പറഞ്ഞുകൊണ്ട് വേഗത്തിൽ നടന്നു. ഗ്രീഷ്മ വാപൊത്തി ചിരിച്ചു. കീർത്തിയുടെ ഇപ്പം എന്താ നടന്നെന്ന മട്ടിൽ നിൽക്കുകയായിരുന്നു. വല്ല ആവശ്യമുണ്ടായിരുന്നോ? പത്മാവനെ കളിയാക്കി. ഒരു ഹൊറർ. ഊറി വന്ന ചിരിയോടെ എതിർവശത്ത് വിളറി നിൽക്കുന്ന കീർത്തിയെയും കിച്ചുവിനെയും നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. തെളിച്ചമില്ലാത്തൊരു ചിരി തിരികെ നൽകി കീർത്തിയും ഭരത്തിനെ സംശയത്തോടെ നോക്കി കിച്ചു പതിയെ നടന്നുപോയി. ഗേറ്റിൽ കയ്യൂന്നി നിന്ന് ഭരത് അവർ പോകുന്നത് നോക്കി നിന്നു. എന്ത് കുസൃതി വേണമെങ്കിലും ആവാം, അവളെ കരയിപ്പിച്ചാലേ എന്റെ സ്വഭാവം മാറും. പറഞ്ഞില്ല എന്ന് വേണ്ട. പെട്ടെന്ന് പത്മയുടെ സ്വരത്തിൽ ഗൗരവം നിറഞ്ഞു. ഗ്രീഷ്മയും ഭരത്തും അവർ അമ്പരപ്പോടെ നോക്കി. അമ്മയുടെ കുഞ്ഞ് ഞാനാണോ അതാ ഉണ്ണിയാർച്ചയാണോ? ഭരത് അറിയാതെ ചോദിച്ചു പോയി. അത് നീ തന്നെയാ. പക്ഷേ അവളുടെ ഉള്ളിൽ ഇനി ഉണങ്ങിയിട്ടില്ലാത്തൊരു മുറിവുണ്ട്. അതുണ്ടാക്കിയവരോടാ നീ ഇത്രയും അടുപ്പം കാണി സംസാരിച്ച്. നീ ആരുമായിട്ട് കൂട്ടുവിടണമെന്നുള്ള നിന്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനം. പക്ഷെ അതിൽ ആരുവിനെ എന്നല്ല, മറ്റൊരാളെ വേദനിപ്പിക്കുന്ന രീതിയിലേക്ക് മാറാതിരിക്കാൻ അതിനുവേണ്ടി നിന്നെ ആരെങ്കിലും ഉപയോഗിക്കാൻ ശ്രമിക്കാതെ നോക്കേണ്ടതും നിന്റെ ഉത്തരവാദിത്വമാണ്. രാമചന്ദ്രൻ സിറ്റൗട്ടിൽ വന്നിരുന്നു. പത്മ പത്രെടുത്ത് ഉള്ളിലേക്ക് കയറി. പത്രം നിവൃത്തിയ രണ്ടുപേരും കൂടെ ഫ്രണ്ട് പേജിന് അടി തുടങ്ങി. ഇത്രയും സമയം വെറുതെ കിടന്ന പത്രോ? അല്ലെങ്കിൽ ഈ പത്രം ഒരാൾ വായിക്കുന്ന കാണുമ്പോഴാ മറ്റൊരാൾക്കും കൂടെ വായിക്കാനുള്ള ഒരു ത്വരയുണ്ടാകുന്നു. ഭരത്തിന്റെ കളിയാക്കലും കീർത്തിയുള്ള സംസാരവും ആർച്ചക്ക് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ തന്നെ ഭരതിനെ അവൾ പാടെ അവഗണിക്കാൻ തുടങ്ങി. പക്ഷെ ഗ്രീഷ്മയുടെ ഒരു സൗഹൃദ രൂപം കണ്ടു. ഭരത്താണെങ്കിൽ സാധിക്കുന്ന പോലെയൊക്കെ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. ക്ലാസ് ഇല്ലാത്തതിനാൽ ഇത്തിരി വൈകിയാണ് ആർച്ച എഴുന്നേറ്റത്. വെറും 10 മണി. 7 മണിയായപ്പോൾ ജയശ്രീ കാരി വന്ന് ഫാൻ ഓഫ് ചെയ്തിട്ട് പോയി. ഇനിയിപ്പോൾ തണുത്ത് മരവിച്ചാലും ഫാൻ്റെ ശബ്ദമില്ലാതെ ഉറങ്ങാൻ പറ്റില്ല ആർച്ചയ്ക്ക്. ഉറക്കം ഞെട്ടിയിട്ട് എഴുന്നേൽക്കാൻ മടിച്ച് കിടക്കുമ്പോഴാണ് കൃഷ്ണകുമാർ വന്ന് ഫാൻ ഓൺ ചെയ്ത് കൊടുത്തത്. അച്ഛൻ അല്ലെങ്കിലും മുത്താണ്. കണ്ണുപോലും തുറക്കാതെ അച്ഛനൊരു ഉമ്മ പറത്തിവിട്ട് ആർച്ച വീണ്ടും ഉറങ്ങി. ആരു? ജയശ്രീയുടെ വിളി വന്നു. ആർച്ച കണ്ണു തുറന്ന് വീണ്ടും അടച്ചു.
ആരോ? കൃഷ്ണകുമാർ വിളിക്കുന്ന ശബ്ദം കേട്ടു അവൾ. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം തലയിൽ പതിയെ തലോടിലേറ്റതോടെ കണ്ണുപോലും തുറക്കാതെ പുഞ്ചിരിച്ചു ആർച്ച. ലവ് യു അച്ഛ, ലവ് യു അമ്മ. കൈ പിടിച്ചുണ്ടോടിയർത്ത് ആർച്ചൊന്ന് പകച്ചു. ഇത് അച്ഛന്റെ കൈയല്ലോ. കണ്ണു തുറന്നു നോക്കിയത് ആ കൈ തട്ടിയെറിഞ്ഞ് ചാടി എഴുന്നേറ്റു. ഞാനോ? അല്ല, താനോ? മുന്നിലിരുന്ന് ചിരിക്കുന്ന ഭരത്തിനെ നോക്കി അവൾ കണ്ണു മിഴിച്ചു. അതെ, ഞാൻ തന്നെയാ. ഭരത്ത് എഴുന്നേറ്റ് അവളുടെ മുറി മുഴുവൻ നോക്കി. നീ എന്താ എന്റെ മുറിയിൽ? ആരോട് ചോദിച്ചിട്ടാ നീ ഇതിനുള്ളിൽ കയറിയത്? ആർച്ച അവന്റെ മുമ്പിൽ വന്ന് നിന്ന് ചീറി. ഭരത്ത് അവളെ തുറിച്ചു നോക്കി. ഇത് തന്റെ റൂമല്ലേ, അല്ലാതെ സെക്രട്ടേറിയറ്റ് ഒന്നല്ലോ. ചെന്ന് പള്ളി വെച്ചിട്ട് പാടി, നാറിയിട്ട് പാടില്ല. തല കുടഞ്ഞ അവൻ അലറി. ആർച്ച ഒരു നിമിഷം അവനെ നോക്കി നിന്നു. തിരിഞ്ഞൊരൊറ്റോട്ടത്തിന് ബാത്റൂമിൽ കയറി. വാതിലടച്ച് കൈ നിവർത്തി പിടിച്ച് ഊതി നോക്കി. മനസ്സിൽ മുഴങ്ങിയ പാട്ടതാണെങ്കിലും കയ്യിൽ വന്ന മണത്തിന് എന്ന പാട്ടാണ് ഓർമ്മ വന്ന്. പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ ഉറങ്ങി കഴിഞ്ഞ വായിൽ പെർഫ്യൂം അടിച്ച മണമൊന്നും കിട്ടിയില്ലല്ലോ. എന്നാലും ഇത്രയും വൃത്തിയായിട്ട് മണം. ആർച്ച പാട്ടുപാടി പല്ല് കേൾക്കാൻ തുടങ്ങി. കോണിപ്പടിയുടെ ചോട്ടിൽ മുകളിലേക്ക് നോക്കി നഖം കടിച്ചെടുക്കുന്ന ശരത്തിനെ പത്മ പാളി നോക്കി. ഗ്രീഷ്മയും ഭരത്തിനെയും കൂട്ടി ആർച്ചയുടെ വീട്ടുകാരെ കാണാൻ ഇറങ്ങിയതാണ്. ഭരത്തിന് നാട് ചുറ്റിക്കറങ്ങാനും. മോൻ ഇവിടെ ഇരിക്കെ, അവനെ ആര് കൂട്ടിയിട്ട് വരും? അച്ചമ്മ പറഞ്ഞിട്ട് കൃഷ്ണകുമാർ കണ്ണുമിഴിച്ച്. പോയ പോലെ തിരിച്ചു വന്നാൽ മതിയായിരുന്നു. ആർച്ചയെ വിളിക്കാൻ മുകളിലേക്കാരെന്ന കൃഷ്ണകുമാറിനെ തടഞ്ഞ് ഞാനൊന്ന് മുകളിൽ കയറി വീടൊക്കെ കണ്ടിട്ട് വരാം, വരുമ്പോൾ ആർച്ചയെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാ. രണ്ടിൻ്റെയും കയ്യിലിരിപ്പ് വെച്ച് ഇനി അവരെ രണ്ടുപേരെയും പിടിച്ചു വെക്കാൻ വേറെ ആരെങ്കിലും പോവേണ്ടി വരുമെന്ന് എൻ്റെ ചിന്ത. ശരത്ത് നിൽക്കുന്ന അതേ ഭാഗത്തിൽ കൃഷ്ണകുമാർ ഇരുന്നു. പത്മ പിന്നെ അവനായിട്ട് ചെന്നല്ലേ, കിട്ടുന്നെങ്കിൽ വാങ്ങിക്കോട്ടെ എന്ന മട്ടിലായിരുന്നു. രാമചന്ദ്രൻ പത്രം കണ്ടോടെ അതിൽ വീണ്ടും മുങ്ങിത്തപ്പാൻ തുടങ്ങി. കുററിപ്പുറം പാലത്തിൽ അററ കുററ പണി. കുറ്റിപ്പുറം പാലത്തിൽ അറ്റകുറ്റപ്പണി. എവിടെ പോയാലും പത്രം മുഖ്യം ബിഗിലേ. പല്ല് തേച്ച് മുഖവും കഴുകി ബാത്റൂം ഡോർ തുറന്ന് ആർച്ച തല പുറത്തേക്കിട്ട് ചുറ്റും നോക്കി. ചുവരിൽ വെച്ച ഫോട്ടോസൊക്കെ നോക്കി വെക്കുന്ന ഭരത്തിനെ കണ്ട് അവൾക്ക് ദേഷ്യം വന്നു. കുഞ്ഞിരാമൻ ഇതുവരെ പോയില്ലേ? ആർച്ച പിറുവിറുത്തു. ഡോ പുറത്തു പോയേ. ആർച്ച പുറത്തേക്ക് വിരൽ ചൂണ്ടി. താനുവാടോ, അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. ഭരത്ത് അവളെ ശ്രദ്ധിക്കാതെ പറഞ്ഞു. അതൊക്കെ ഞാൻ വന്നോളാം, എനിക്ക് മാറണം. അതിനെന്ത്, കുറച്ചപ്പുറത്തേക്ക് മാറിയെന്നോളൂ. അതല്ല, ഡ്രസ്സ് മാറണം. ആർച്ചയ്ക്ക് അവൻ്റെ കൂടെ താഴേക്ക് പോകാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതിനെന്താ കുഴപ്പം? ഭരത്ത് അമ്പരന്നു. നൈറ്റ് ഡ്രസ്സാണ്, ഷർട്ടും പാൻറ്റും, അതിൽ നിറയെ കുഞ്ഞു മൃഗങ്ങളുടെ ചിത്രങ്ങളും. നിനക്ക് പറ്റിയത് ഇതാ, ബേബി ഉണ്ണി ആർച്ച. അവൻ ആർച്ചയെ കളിയാക്കി. പോടാ. ടേബിളിൽ നിന്ന് പൗഡർ ബോട്ടിലെടുത്ത് ആർച്ച അവന് നേരെ എറിഞ്ഞു. ഭരത്ത് അത് കൈവച്ച് തടഞ്ഞു. ഉണ്ണിയാർച്ച, ഈ വക അഭ്യാസമൊക്കെ വേറെ വല്ലവരുടെ അടുത്തെടുത്താൽ മതി. ജിമ്മിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ബോഡിയാ, അങ്ങനെ ഡാമേജ് ആക്കാൻ ചേട്ടൻ സമ്മതിക്കില്ല മോളെ ഉണ്ണിക്കുട്ടി. മസിൽ വീർപ്പിച്ച് കാണിച്ച് പറഞ്ഞ് തീരുന്നതിന് മുമ്പേ അടുത്ത് കയറും വന്നു. ഏറിയല്ല പെണ്ണെ. ഓരോന്നും പിടിച്ചെടുത്ത് പൊട്ടാതെ സൈഡിൽ വെക്കുന്നതിൽ ഭരത്ത് വിളിച്ചു പറഞ്ഞു. ഇതിനിടയിൽ അവൻ മുന്നോട്ട് നീങ്ങി ആർച്ചയുടെ അടുത്തെത്തി. ഫ്ലവർ വേസ് കയ്യിലെടുത്ത് ആർച്ച അവനെ നോക്കി. ഇതെടുത്ത് എറിഞ്ഞാൽ പൊട്ടും, തലയും പൊട്ടും ഫ്ലവർ വേസും പൊട്ടും. എറിഞ്ഞു പൊട്ടി ചാച്ചൻ വേറെ വാങ്ങിച്ചു തരൂലോ. അത് വേണ്ട. അത് തിരികെ വെച്ച് ആർച്ച കയ്യിൽ തടഞ്ഞ ബുക്ക് എടുത്തു. എന്റെ പൊന്നുണ്ണിയാർച്ചേ. ഭരത്ത് അവിടെ കൈ പിടിച്ച് ബുക്ക് വാങ്ങിച്ചു വെച്ചു. കൈ വിടുന്ന കുഞ്ഞിരാമ, എന്റെ പെർമിഷൻ ചോദിക്കാൻ എന്റെ മുറിയിൽ കയറി വന്ന് എന്റെ കൈ കയറി പിടിക്കുന്നോ? കൈമുട്ടുമടക്കി ഭരത്തിന്റെ വയറിലൊന്ന് കൊടുത്തു ആർച്ച. ഏറെ നേരം കഴിഞ്ഞ് രണ്ടുപേരെയും താഴെ കാണാത്തോണ്ട് മുകളിലേക്ക് കയറി വന്ന കൃഷ്ണകുമാറും ശരത്തും മുറിയിലെ കാഴ്ച കണ്ട് കണ്ണു വീഴ്ച നിന്നു. മുറിയിൽ പാറി നടക്കുന്ന കടലാസികൾ, ഇന്നലെ വരെ വീർത്ത് നല്ല ഗുണ്ടുമണി പോലെ കിടന്ന തലയിണ പട്ടിണി കിടന്ന് ചാവാറായതുപോലെ ഒരു വശത്ത് കിടക്കുന്നു. അതിലെ പഞ്ഞി മുഴുവൻ റൂമിൽ പാറി പറന്ന് നടക്കുന്നു. ഭരത്തിനെ കമഴ്ത്തിയിട്ട് അവന്റെ മുകളിൽ കയറി മുടി പിടിച്ച് വലിക്കുന്ന ആർച്ചയെ കണ്ടതും കൃഷ്ണകുമാർ ഉള്ളിലേക്ക് തള്ളിക്കയറി. പുറകെ വാലുപോലെ ശരത്തും. ആരു വിടുമോളെ. കൃഷ്ണകുമാർ ആർച്ചയെ പിടിച്ചു വലിച്ചെടുത്തു. വീടച്ച, ഇവനെന്ന് ഞാൻ കുറച്ചു ദിവസമായി ഇവനെന്നെ ചൊറിയാൻ തുടങ്ങിയിട്ട്. പത്മാൻജിയുടെ മോനിലെന്ന് വെച്ച് ഞാൻ ക്ഷമിക്കുമ്പോ അവന്റെ ഒരു ഉണ്ണിയാർച്ച. ഞാൻ ഉണ്ണിയാർച്ചയില്ലടാ, നീലിയാ. നിന്റെ ചോര കുടിക്കാൻ വന്ന കള്ളിയും കാട്ടി നീലി. നിന്റെ കഴുത്തിലേക്ക് സ്ട്രോ ഇട്ട് ഞാൻ എന്ന് പറഞ്ഞ് നിന്റെ ചോര മുഴുവൻ ഞാൻ വലിച്ചൂറ്റി കുടിക്കൂടാ. കൃഷ്ണകുമാർ വലിച്ചെടുക്കുന്നതിനിടയിൽ ആർച്ച വിളിച്ചു പറഞ്ഞു. ഇങ്ങോട്ട് വാടി, നിനക്ക് ഞാൻ എന്റെ ചോര. നിന്നെ ആണിയടിച്ച് തളക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അവിടെ പിറകെ പോകാൻ നിന്ന ഭരത്തിനെ ശരത്ത് തൂക്കിയെടുത്തു. വിടട്ടാ. രണ്ടിനെയും വലിച്ച് രണ്ടു വശത്താക്കി. കൃഷ്ണനും ശരത്തും നിന്ന് കിതച്ചു. ആർച്ചയുടെ ഇരുത്തം കണ്ടതും ശരത്തിന് നാഗവല്ലിയാണ് ഓർമ്മ വന്ന്. എടി ഉണ്ണിയാർച്ചേ, നീ എന്നാ മാന്തുവല്ലേ? നീ ആരടി പട്ടിയാണോ ഇങ്ങനെ മാന്താൻ?
ഭരത് വീണ്ടും ആർച്ചയ്ക്ക് നേരെ കുരച്ചു പോയതും ശരത് അവനെ പിടിച്ചെടുത്ത് പുറത്തേക്ക് നടന്നു. പൊന്നു മോനെ, ഇന്നിനി ഏട്ടന് വയ്യടാ, നാളെ. മുന്നിൽ നിന്ന് തൊഴുന്ന ഏട്ടനെ നോക്കി ഭരത് പൊട്ടിച്ചിരിച്ചു. ചിരിച്ചു കഴിഞ്ഞ് അവൻ നടുവിന് കൈയും കൊടുത്ത് നിന്നു. ഹോ, എന്ത് തല്ലേട്ടാ! വയറിനിട്ട് ശരിക്കും രണ്ടെണ്ണം കിട്ടി. മൂക്കിന് നേരെ വന്ന് തടഞ്ഞുകൊണ്ട് മൂക്കിന് അംഗഭംഗമൊന്നും വന്നില്ല. അവൻ മൂക്കി വിളിച്ചു. ഉണ്ണിയാർച്ച, വാളില്ലെങ്കിലെന്താ, നഖം വെച്ച് നീളത്തിലൊന്നും മാന്തി. ഷർട്ട് ഒരൽപ്പം മാറ്റി അവൻ നെഞ്ചിലേക്ക് നോക്കി. 4 വരെ നല്ല ഭംഗിയായി പതിഞ്ഞെടുക്കുന്ന നോക്കി ശരത്ത് ചിരി അടക്കി പിടിച്ചു. നീ അതിനെ തിരിച്ചല്ലയോ? ശരത്തിന്റെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു. അവൻ കണ്ണു ചിമ്മി ഇല്ലെന്ന് കാണിച്ചു. വാ. മുടി ഒതുക്കി വെച്ച് അവൻ താഴേക്ക് പോകാൻ ഒരുങ്ങി. മോനെ, കൃഷ്ണകുമാർ വിളിക്കുന്നതായിട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി.